ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾക്ക് ശേഷം കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുന്നത്, ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. അപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം അങ്ങനെ അധികം ട്രാവലൊന്നും ചെയ്യാത്ത കൊണ്ടും ഇതിന് മുമ്പ് എനിക്ക് തോന്നുന്നു എഡിറ്റ് ചെയ്തിടാൻ പോകുന്നത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് പോയതായിരിക്കും. അത് കഴിഞ്ഞിപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ചെറുതായിട്ട് മുടിയൊന്ന് വെട്ടണം, ഭയങ്കരമായിട്ട് വളർന്നു. വലിയ സ്റ്റൈലായിട്ടൊന്നുമല്ല, ചുമ്മാ ഒന്ന് വെട്ടണം. പിന്നെ കുറച്ച് കടകളിലൊക്കെ ഒന്ന് കയറണം, കുറച്ച് ബേബി പ്രൊഡക്ട്സ് ഒക്കെ നോക്കി വെക്കണം. ഇപ്പോൾ 7th month ആണ്, അപ്പോൾ ഇനി നമ്മളെല്ലാം റെഡിയാക്കി വെക്കണമല്ലോ. അപ്പം അതിനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ മണ്ണാർക്കാട് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴയായിരുന്നു, ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിലും എനിക്കൊരു ക്ഷീണമുണ്ട്. അറിയില്ല എത്രത്തോളം ഈ വീഡിയോ എടുക്കുന്നോ അതൊക്കെ വെച്ച് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബാ നമുക്ക് പോവാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയായിരുന്നു, ഇപ്പോൾ അതേ വെയിലും ഒക്കെ ആയിട്ട് എന്തൊന്നാണോ മനസ്സിലാവുന്നില്ല. എനിവേ പോകാം. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ മറന്നു പോയിട്ടുണ്ടെന്ന്. സാരല്ല, ഇപ്പം അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകും. ഇടണമെന്ന് വിചാരിച്ചു, പക്ഷെ മറന്നുപോയി. കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് പോവാം. ആദ്യം നമ്മൾ കടയിലേക്ക് പോയി കുറച്ച് ഓഫീസ് പോവാം എന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് മുടി വെട്ടാൻ 11:30 അപ്പോയിൻമെൻറ്റ്. ഇപ്പോൾ സമയം 11 ആയിട്ടുള്ളൂ. സോ അങ്ങനെ ഇന്ന് പിന്നെ ബസ് സമരമാണ് ഇവിടെ, അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലാന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. അങ്ങനത്തെ ആദ്യമേ ഓഫീസിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയിട്ടോ, ബെഡ് സെറ്റ്, കാർ സീറ്റ് ഉണ്ടോ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനാണ് പോയത്. അധികം വീഡിയോ ഒന്നും എടുത്തില്ല, ജസ്റ്റ് ഞാനൊരു കടയുടെ ഉൾഭാഗം കാണിച്ചെന്നേ ഉള്ളൂ. ഗൈസ്, അപ്പം ഞങ്ങളിതേ ഓഫീസിൽ ഫസ്റ്റ് കയറി. പുറകെ കാണുന്നതാണ് ഓഫീസ്. അങ്ങനെ ഓഫീസിൽ കയറി ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ സാധനങ്ങളുടെ വിലയൊക്കെ ഒന്ന് നോക്കാൻ, ഐറ്റംസ് ഉണ്ടോയെന്ന് അറിയാനൊക്കെ ആയിരുന്നു. കുറച്ച് സാധനങ്ങളൊന്നും ഇല്ല, ഉള്ളതിൻ്റെയൊക്കെ ഏകദേശം മനസ്സിലായി. അപ്പം നമുക്കിനി അടുത്ത ഷോപ്പിലേക്ക് പോവാം. ഓക്കെ, ഞാൻ ഉള്ളിലെടുത്ത ക്ലിപ്പുകൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും. ഇതാണ് സ്ഥലം, മണ്ണാർക്കാട് ഓഫീസ് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. സോ അതാണ്, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ നാച്ചുറൽസിലേക്ക് പോവാണ് മുടി വെട്ടാൻ. കാരണം 11:30 കഴിഞ്ഞു. കയറി നോക്കാം ഇനി അവിടെ എത്ര സമയം എടുക്കുന്നു. സോ നമുക്ക് പോവാം. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നു. എന്ത് സർവീസ് വേണമെന്ന് നോക്കാൻ പോകുന്നു. പോസ്റ്റ് ആവണ്ടല്ലോ. നമ്മൾ പിന്നെ തീരുമാനിച്ചിട്ട് വന്നത് ഹെയർ കട്ടാണ്, പിന്നെ ത്രെഡിങ്, അത്രേ ഉള്ളൂ. വാക്സിങ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. എന്തായാലും ബേബിയൊക്കെ വരുന്നതിന് മുമ്പ് സെറ്റ് ആവാമെന്ന് വിചാരിച്ചു. ഭയങ്കരമായിട്ട് വളർന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഭയങ്കര ഡിലേ ആവുന്നുണ്ടായിരുന്നു, കൂടാതെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ അതിന് തൊട്ടടുത്തുള്ള ഫേമസ് ബേക്കറിയിലേക്ക് പോയി. എന്നിട്ട് നേരെ ഞാനിതേ ഒരു ഗ്രേപ്പ് ജ്യൂസും പിന്നെ ചിക്കൻ കട്ട്ലറ്റും കഴിച്ചു. എന്നിട്ടും വിശപ്പ് മാറാനായിട്ട് ഞാനൊരു ചിക്കൻ റോളും കൂടിയും കഴിച്ചു. അപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത് കേട്ടോ. അങ്ങനെ അവിടുന്ന് പിന്നെ ബേക്കറിയിൽ നിന്ന് കുറച്ച് ഐറ്റംസും കൂടിയൊക്കെ മേടിച്ചു. എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങുന്നതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് നാച്ചുറൽസിലേക്ക് പോയി. പിന്നെയും വെയിറ്റിങ്ങാണ്. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് വന്ന് പിന്നെ ഒരു സമാധാനം എന്തായാലും. പക്ഷെ ഇവിടെ പിന്നെയും വെയിറ്റിങ്ങാണ്. കുറച്ച് നേരമായി. എന്ത് ചെയ്യുമോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഫൈനലി കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ എനിക്ക് അങ്ങനെ കടന്ന് വാഷ് ചെയ്യാനൊന്നും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യാതെ കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല എന്ന്. പുള്ളിയുടെ സർവീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു എൻ്റെ ഒന്ന് ട്രിം ചെയ്താൽ മതി, ലെങ്ത്ത് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ അധികം വെട്ടണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ എന്തായാലും ഹെയറൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായി. എങ്ങനെയുണ്ട് കേസ്, നല്ലതല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ എന്തായാലും അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് വാക്സിങ്ങും ത്രെഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു, അതും കൂടിയും ചെയ്തു. അപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞാൻ ക്ഷീണിച്ചു. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ഫ്രൂട്ട്സ് കടയിൽ കയറി കുറച്ച് ഫ്രൂട്ട്സും കൂടി മേടിച്ചു. അങ്ങനെ മുടിയൊക്കെ വെട്ടി ഗൈസ്. വാഷ് ചെയ്യാതുള്ള വെട്ടലായിരുന്നു തൽക്കാലത്തേക്ക്. എനിക്കിത് മതി, ഓക്കെയാണ്. പിന്നെ വാക്സിങ്ങും ത്രെഡിങ്ങും ഒക്കെ ചെയ്തു, ത്രെഡിങ്ങും ഒക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതിന് താഴെ ഫസ്റ്റ് കടയിൽ പോയപ്പോൾ അവിടെ ഒരു സാധനവും ഇല്ല. അപ്പോൾ ഞങ്ങളപ്പോൾ തിരിച്ച് ഫ്രൂട്ട്സ് കടയിൽ കയറി കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോവാണ്. സമയം 2 മണി.
ചിക്കൻ റോളും കട്ട്ലറ്റും കഴിച്ചോണ്ട് വിശക്കണില്ല. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നേരെ ലഞ്ച് കഴിക്കാം. കപ്പ ബിരിയാണിയാണ് ലഞ്ച്. നമുക്ക് വേഗം വീട്ടിൽ പോവാം. ഞങ്ങളിത് തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കാം. ഞാൻ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കാണാം. ചേട്ടാ അങ്ങനെ വീട്ടിൽ കയറി ചെന്നത് നേരത്തെ ഫുഡ് എടുത്തോന്നും പറഞ്ഞായിരുന്നു. മമ്മി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കപ്പ ബിരിയാണിയൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് വയറൊക്കെ നിറച്ചു ഞാൻ. നമ്മൾ കപ്പയൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഫേമസ് എന്ന് ജാം റോൾ മേടിച്ചായിരുന്നു. അപ്പം ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കാം. ഞാൻ ഓറഞ്ച് ഫ്ലേവർ എടുത്തേ. എന്തായാലും ഇത്രയൊക്കെ ആയല്ലോ. പിന്നെ ഇപ്പം എങ്ങനെയാണ്, എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് അപ്പം മധുരം കഴിക്കാൻ തോന്നും. അതുകൊണ്ട് ഇപ്പം കാലറീസ് കൗണ്ട് ചെയ്യേണ്ടാത്ത ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഇനി ഇതും കഴിച്ചിട്ട് എന്താ, നേരെ ഉറക്കം. ഇനി കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം. ഒരു 2 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. നോക്കാം. അപ്പോൾ ജാം റോൾ കഴിക്കട്ടെ. ഇനി ഉറങ്ങി എന്നിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. ഓക്കെ, ബൈ. അങ്ങനെ ഞാൻ ഉറക്കം കഴിഞ്ഞ് എണീറ്റു. ഡ്രസ്സൊക്കെ മാറി നമ്മളവരുടെ അടുത്ത് ആൻറ്റിയുടെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ. കാര്യമായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല. 5 മണിയായി. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് പോകണം, ഒരാവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും കൂടിയും പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രസ്സ് മാറുന്നതൊക്കെ ഇപ്പോൾ നല്ല വെയിലാണ്, കണ്ട ഭയങ്കര വെയിലാണ്. സോ നമുക്ക് പോകാം. സോ നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് ലിവ വെഡിങ് സെന്ററിൽ കയറിയേക്കാണ്. മമ്മിയും അമ്മച്ചേനെ കയറിയേക്കണം, ഞാൻ കയറിയിട്ടില്ല. മഴയായിരുന്നു കേസ്, ഭയങ്കര മഴയായിരുന്നു. നമുക്ക് ആൻറ്റിയുടെ വീട്ടിലെത്തിയിട്ട് കാണാം. മമ്മിയും അമ്മയും ആൻറ്റിയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ചുമ്മാ കയറിയിരുന്നതാണ്, അടുത്തായതുകൊണ്ട്. അപ്പോൾ അവിടെ നല്ല ലൈറ്റ്, ആ സമയത്ത് മഴയൊക്കെ കഴിഞ്ഞൊരു വെയിലൊക്കെ വന്നപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി ആൻറ്റിയുടെ അടുത്ത്. അപ്പോൾ ആൻറ്റി തന്നെ ഞങ്ങൾക്ക് കാപ്പിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. കഴിക്കാനും കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസും എല്ലാം കൂടിയായിട്ട് അടിപൊളിയായിട്ട് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഔട്ട്രോ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി ഗൈസ്. എന്താണെങ്കിലും ഇതേ ഉള്ളൂ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ലൈക്ക് ചെയ്യുക. ആൻഡ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബൈ.